Welcome 6th standard children. This video I am going to take a new lesson. The last lesson was Panchayati Raj, that is chapter 5. Now this is chapter 6, that is rural administration. So these two lessons will come for your second terminal examination. Now about rural administration. Now the first thing itself, when you open the textbook, you all can see a heading, a quarrel in the village. So everywhere there will be quarrel, it means fight. Now what fight is there in this village? Now in the last Panchayati Raj, we have learned how that government at the Panchayat level is formed, and as soon as the government is formed, a Sabha, a meeting is held, and what all complaints the people are telling, and how the government is taking decision to fulfill these complaints. All that you all have learned in Panchayati Raj, isn't it? In this you all are going to know how the government is doing the administration in villages. Administration means, for example, land ഉണ്ടാവും, അതിന് കോൺഫ്ലിക്റ്റ്, അതായത് തർക്കങ്ങൾ ഉണ്ടാവും, അതും ഇവരാ തീർക്കേണ്ടത്. Then there'll be ലാൻഡിന്റെ റെക്കോർഡ്സ് ഒക്കെ ഇവർ വെക്കും. അതൊക്കെ ഗവൺമെന്റ്, നമ്മളെ ലാൻഡിന്റെ റെക്കോർഡ്സ് ഒക്കെ ഗവൺമെന്റിന്റെ കൈമിലുണ്ടാവും എല്ലാം. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, how the government is dealing with all this, about all this you are going to read in this lesson. So first is a quarrel in the village. So here there's Mohan, a farmer. So Mohan is a farmer, and also Raghu is also farmer. Their lands are close together. ഇവിടെ മോഹന്റെ ലാൻഡ് ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് രഘുവിന്റെ ലാൻഡ്. ഒരു ബൗണ്ടറി രണ്ടുപേര് ടച്ച് ചെയ്യുന്നുണ്ട്. So what happened? One day when Mohan went to that land, അപ്പൊ ആ ബൗണ്ടറി എങ്ങനെയാ വരുന്നത്? ഒരു ബണ്ട്, കുറച്ച് ഉയർന്ന ഒരു ബണ്ടാണ് ഇവരെ രണ്ടുപേരെ ലാൻഡിന്റെ ബൗണ്ടറി. അപ്പൊ ഒരു ദിവസം മോഹൻ വന്ന് നോക്കുമ്പോൾ ആ ബണ്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്, കുറച്ച് ഇങ്ങോട്ടേക്ക് ഉള്ളോട്ടേക്ക് മാറ്റിയിട്ട് രഘു കുറച്ചും കൂടെ സ്ഥലം ഇങ്ങോട്ടേക്ക് കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ മോഹന് ദേഷ്യം വന്ന്, he was angry and also a little frightened also. Why he was a little frightened? Because Raghu's uncle is a sarpanch of the village. അപ്പൊ കുറച്ച് പിടിപാടൊക്കെ ഉണ്ട്. So, but then too, he plucked up courage, ഒരു ധൈര്യം വെച്ചിട്ട് he went to Raghu's house to ask about this. അതെങ്ങനെയാണ് ആ ബൗണ്ടറി അങ്ങോട്ട് മാറ്റി കെട്ടുക, അതെങ്ങനെയാണ്? So a heated argument went between Mohan and Raghu. ഭയങ്കര, അങ്ങനെ എന്ത് ചെയ്തു? മോഹൻ was beaten. രഘുവിന്റെ ഏതൊരു ആൾക്കാരും മോഹനെ അടിച്ച്. And when this noise was heard, all the neighbors and all rushed. They took him away. He was badly hurt on his head and hand. അപ്പം അവിടെ ആരും രക്ഷിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആവുകയായിരുന്നു. So all the people again suggested, others was doubtful if this idea. അപ്പൊ അവരെന്താ വിചാരിച്ചത്? We'll go to the village post office and suggest that they go to the local police station. അങ്ങനെ പലരും പറഞ്ഞു നമുക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോവാം, മറ്റവര് പറഞ്ഞ് കുറച്ച് കാശ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ പോലീസ് സ്റ്റേഷനിൽ പോവാം. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം. അങ്ങനെ ഡിസ്കഷൻ വെച്ചപ്പം അവർ പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ പലരും പല തീരുമാനത്തിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം, അപ്പം മെയിൻ പോലീസ് സ്റ്റേഷനിൽ പോകും, അങ്ങനെയൊക്കെ. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഏരിയ ഏതോ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ വരുന്ന ആ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണ്ട. കണ്ട, നമുക്ക് ഓരോ ഏരിയക്കും ഓരോ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ കണ്ട ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലൊന്നും പോയി പറയാൻ പറ്റൂല. നമ്മളെ ഏരിയ ഏത് പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് വരുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ വേണം പരാതി കൊടുക്കാനും. അതാണ് ഏരിയ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ. So they went to the police station. So every police station has an area that comes under its control. അപ്പൊ അങ്ങനെ ഏത് ഏരിയ വരുമ്പോൾ അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഇനി the work at the police station. ഈ പോലീസ് സ്റ്റേഷന്റെ വർക്ക് എന്താണെന്ന് പറയാം. അപ്പൊ അവിടെ ആരാണ് ഉണ്ടാവുക? The SHO, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അയാളാണ് ഉണ്ടാവുക പോലീസ് സ്റ്റേഷനിൽ. അപ്പം ഇവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പറഞ്ഞു. മോഹൻ കംപ്ലൈന്റ് പറഞ്ഞു. അപ്പം എന്നാലും SHO ശ്രദ്ധിച്ചില്ല.
ഹി റൂഡ്ലി ബ്രഷ്ഡ് മെസൈഡ്, അവിടെ മാറി നിന്നിട്ട് പറഞ്ഞു, വൈ ഐ എം വേസ്റ്റിംഗ് ദിസ് ടൈം, ഇങ്ങനത്തെ ഓരോ മൈനർ കേസസ് ഒക്കെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. എന്നാലും മോഹൻ ഇഞ്ചുറീസ്, ഈ പരിക്കുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടും SHO അത് വിശ്വസിച്ചില്ല. പക്ഷെ മോഹൻ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു സംശയം വന്നിട്ട് മോഹൻ എന്ത് ചെയ്തു, നെയ്ബേഴ്സിനെ കണ്ടവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. So they argued strongly that Mohan had been beaten up in front of them, and had they not rescued him, he would have been injured very seriously. കണ്ടോ, രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വല്ലാതെ ഇഞ്ചുർ ആവുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പം SHO വിശ്വസിച്ചു. He asked Mohan to write down the complaint and told the people he would send a constable the next day to investigate the incident. എന്താണ് ഇൻസിഡന്റ് ഉണ്ടല്ലോ, എന്താണ് നടന്നത് എന്നൊക്കെ അതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു കോൺസ്റ്റബിളിനെ വിടുമെന്ന് പറഞ്ഞു. അതാണ് ദ വർക്ക് അറ്റ് ദ പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ്, മെയിൻ്റെനൻസ് ഓഫ് ലാൻഡ് റെക്കോർഡ്സ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ തർക്കം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു സമാധാനപരമായിട്ട് ഈ തർക്കം തീർക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം വായനോട് പറഞ്ഞാലൊന്നും ആരും കേൾക്കൂല. അപ്പൊ രഘു പറയുന്നത് എന്റെ സ്ഥലമാണ്, മോഹൻ പറയുന്നത് എന്റെ സ്ഥലമാണ്, അങ്ങനെ തർക്കങ്ങൾ കൂടെയുള്ളൂ. അപ്പൊ അത് സമാധാനപരമായിട്ട് ഇൻ എ പീസ്ഫുൾ മാനർ ഹൗ ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്. അതെങ്ങനെയാ സെറ്റിൽ ഡിസ്പ്യൂട്ട് ചെയ്യുക? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റെക്കോർഡ്സ്. യു സോ ദാറ്റ് മോഹൻ ആൻഡ് രഘു വേ ആർഗ്യൂയിങ് ഹീറ്റഡ്ലി where the common boundary of their fields. Isn't there a way in which they can settle the dispute in a peaceful manner? അപ്പൊ അതെങ്ങനെയാണ് ഈ റെക്കോർഡ്സ് ഒക്കെ? ഇപ്പം രഘു മാറ്റിയ ബൗണ്ടറി ആയാലും മോഹൻ മാറ്റാത്ത ബൗണ്ടറി ആയാലും ഈ റെക്കോർഡൊക്കെ ആരെ കൈമിലാണ് ഉണ്ടാവുക? അതാണ് പട്വാരി. കണ്ടോ, പട്വാരി ഓർ ദ വില്ലേജ് ഓഫീസർ. ഇത് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി വേർഡാണ് പട്വാരി. നമ്മളൊക്കെ അവിടെ പറയാ വില്ലേജ് ഓഫീസർ എന്നാ പറയാ. ഇവരെ കയ്യിലാണ് എല്ലാ സ്ഥലത്തിന്റെ ആ ഏരിയ. ഈ വില്ലേജ് ഓഫീസറിന്റെ കീഴിൽ ഏതൊക്കെ വില്ലേജ് വരുന്നു, ആ വില്ലേജത്തെ ഏരിയന്റെ എന്തൊക്കെ കൃഷിയുള്ള സ്ഥലം, വീട്, അതിൻ്റെ ഒക്കെ ഇതൊക്കെ റെക്കോർഡൊക്കെ ഇവരെ കൈമ്പിലുണ്ടാവും. So, in some villages, such officers are called lekpal. ഇനി വേറെയും ഒരു പേരുണ്ട്, ലെക്പാൽ അല്ലെങ്കിൽ കണ്ണുൻഗോ. കണ്ണുൻഗോ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റത്തെ ലാംഗ്വേജ് അനുസരിച്ചിട്ടായിരിക്കും വിളിക്കുന്നത്. കർമചാരി. അപ്പൊ എന്തൊക്കെ പേരുണ്ട് വില്ലേജ് ഓഫീസർക്ക്? പട്വാരി, ലെക്പാൽ, കണ്ണുൻഗോ, കർമചാരി, വില്ലേജ് ഓഫീസർ. അപ്പൊ നമുക്ക് വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. Now, അപ്പൊ ഈ ഓരോ പട്വാരി, ഈച്ച് പട്വാരി ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. കണ്ടോ, ഓരോ വില്ലേജ് ഓഫീസറുടെ കീഴിലുണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. അപ്പൊ ആ വില്ലേജസ് എല്ലാ ലാൻഡും ഹൗസ് എല്ലാത്തിനും റെക്കോർഡും അവരെ കൈമിലുണ്ടാവും. അപ്പൊ ദ മാപ്പ് ആൻഡ് ദ കറസ്പോണ്ട് ഡീറ്റെയിൽ ഫ്രം ദ രജിസ്റ്റർ ഓൺ ദ പേജ് ആർ എ സ്മോൾ പാർട്ട്. അപ്പൊ ഈ അടുത്ത പേജിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. കണ്ടോ, അവര് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഒരു സ്കെച്ച് മാപ്പ്. അതേമാതിരി ആ സ്കെച്ച് മാപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ മേലെ എഴുതിയത്. ലാൻഡ് 1 ആരാണ് അതിന്റെ ഓണർ, 2, 3 എന്താണ്, കണ്ടോ, എല്ലാ ഡീറ്റെയിൽ. ഇങ്ങനെയാണ് വില്ലേജ് ഓഫീസറിന്റെ കൈമിൽ അല്ലെങ്കിൽ പട്വാരിന്റെ കൈമിൽ അല്ലെങ്കിൽ കർമചാരിന്റെ കൈമിൽ റെക്കോർഡ്സ് ഉണ്ടാവുക. നമ്മൾ ഓരോരുത്തരുടെ വീടും സ്ഥലവും, എത്ര സെന്റ് ഉണ്ട്, എത്ര ഏക്കർ ഉണ്ട്, പിന്നെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ എത്ര ഏക്കർ ഉണ്ട്, എന്ത് കൃഷിയാ ചെയ്യുന്നത്, അതുവരെ നമ്മൾ അവരുടെ കയ്യിൽ ആ റെക്കോർഡ് ഉണ്ടാവും. So the പട്വാരി യൂഷ്വലി ഹാസ് ബേസ് മെഷറിങ്. അപ്പൊ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഒക്കെ അവരെന്താ ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ലോങ് ചെയിൻ ചങ്ങലിട്ടിട്ട് അവർ മെഷർ ചെയ്യുന്നത്, അതേമാതിരി അവർ മെഷർ ചെയ്യും. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ദ വില്ലേജ് ഓഫീസർ വന്നിട്ട് മെഷർ ചെയ്യും. രഘുവിന്റെ ഫീൽഡിലും മെഷർ ചെയ്യും, മോഹന്റെ ഫീൽഡിലും മെഷർ ചെയ്യും. അപ്പൊ അവരുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ അവരുടെ കയ്യിലെ റെക്കോർഡും ഇവിടെയും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു ഇത് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ്. ഇഫ് ദേ ഡിഡ് നോട്ട് മാച്ച്, then it would be clear that the boundary of the fields have been changed. കണ്ടോ, അങ്ങനെ അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർ ശരിക്കും വിശ്വസിക്കും മോഹനെ രഘു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബണ്ട് കുറച്ച് ഇങ്ങോട്ടൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ വില്ലേജ് ഓഫീസറിന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് അവര് കോൺഫ്ലിക്റ്റ്, തർക്കങ്ങളും തീർക്കുക. അപ്പൊ ഈ ലാൻഡ് തർക്കങ്ങളൊക്കെ തീർക്കുന്നതും വില്ലേജ് ഓഫീസറാണ്.
The Patwari is also responsible for organizing the collection of land revenue. കണ്ടില്ലേ, നമ്മൾ ലാൻഡ് സ്ഥലത്തിന്റെ നികുതി, ടാക്സ്, റവന്യൂ നമ്മൾ എവിടെയാ പോയി അടയ്ക്കുക? വില്ലേജ് ഓഫീസറിന്റെ അടുത്താ പോയി അടയ്ക്കുക. അപ്പൊ എല്ലാവരുടെ സ്ഥലത്തിൻ്റെ ഒക്കെ അയാളെ കീഴിൽ ഏതൊക്കെ വില്ലേജസ് വരുന്നു ആ വില്ലേജസിലെ എല്ലാ ലാൻഡ് ടാക്സും നേരെ നമ്മൾ ഈ റവന്യൂ വില്ലേജ് ഓഫീസർ എടുത്താണ്, പട്വാരിന്റെ അടുത്താണ് പോയി അടയ്ക്കുക. കണ്ടോ, ദ പട്വാരി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ദ കളക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ ഫ്രം ദ ഫാമേഴ്സ് ആൻഡ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. ഫാമേഴ്സ് മാത്രമല്ല, വീടും സ്ഥലമുള്ളവർ ആ സ്ഥലത്തിന്റെ നികുതി നമ്മൾ പോയി അടയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് യുവർ ഫാദറിനോട് ചോദിക്കുക, എവിടെയാണ് ഈ ലാൻഡ് ടാക്സ് കൊണ്ടേ അടയ്ക്കുന്നത്? നമ്മളിവിടെ വില്ലേജ് ഓഫീസിലാണ് പോയി അടയ്ക്കുക. ഹൗസ് ടാക്സ് അല്ല, ഹൗസ് ടാക്സ് കോർപ്പറേഷനിലാണ് പോവുക. ഈ ലാൻഡിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന നേരെ വില്ലേജ് ഓഫീസറിന് എടുത്താ. Now this is done providing information. This is done from the record that I can. അപ്പൊ പട്വാരിന്റെ എല്ലാ റെക്കോർഡ് ഉണ്ടാവും. സപ്പോസ് ഇന്ന കൃഷിസ്ഥലം ഇത്ര ഏക്കർ അതൊക്കെ ഉണ്ട്. അപ്പൊ അതായിട്ട് കൃഷിക്കാരൻ ഫാമർ കുറച്ച് മാറ്റം വരുത്തി. അവരെ റെക്കോർഡിൻ്റെ അകത്ത് വല്ല റൈസ് ആയിരിക്കും. അപ്പൊ ഫാമർ എന്ത് ചെയ്ത് വല്ല കൃഷി മാറ്റി വേറെ വല്ലതും ആക്കി, സോയാബീനോ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ അപ്പൊ അവിടെ റെക്കോർഡിൽ കിണർ ഉണ്ടാവില്ല ആ സ്ഥലത്ത്, എന്നാലും കിണർ കുത്തി. അതൊക്കെ ഇവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവർ വന്നിട്ട് അത് രേഖപ്പെടുത്തും. അത് നമ്മൾ എന്തായാലും അവിടെ വില്ലേജ് ഓഫീസിൽ പോയി പറയണം എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ. കണ്ടോ, അപ്പൊ അതാണ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഓൾ ദിസ് ഇസ് ദ വർക്ക് ഓഫ് ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. Okay children, that much for this class. So one thing up to this I have taken. So this sketch map and this detail and all you all go through, and up to what I have taken up to here, up to page 51, 52 I have taken. Up to that you all read the lesson very well and wait for the next video. I will be continuing this lesson. Okay children, thank you.